ഇസ്ഹാക്കിന്റെ മനസ്സിലായില്ല നിങ്ങൾക്ക്? മകന്റെ മകനാണ് ആര്? പിന്നെ എന്തിനാ ഇവിടെ യാക്കോബിനെ പരാമർശിച്ചു എന്ന് ചോദിച്ചെങ്കിൽ, യാക്കോബ് കുട്ടികളുടെ ബാപ്പയാണ്. യാക്കോബ് വന്നാൽ പിന്നെ കുട്ടികളുടെ ക്ഷാമം തീരും. ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന ലക്ഷക്കണക്കായ ജനതയുടെ പിതാവാണ് ആര്? സാറ. നിങ്ങൾ കുട്ടിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കല്ലേ? നിങ്ങൾക്കൊരു പേരക്കുട്ടി വരാൻ പോകുന്നുണ്ട്, അതോടുകൂടെ കുട്ടികളുടെ ക്ഷാമം ലോകത്തന്നെ തീരും. ആ ജാതി കുട്ടിയാണ് വരാൻ പോണത്. ആര്? യാക്കോബ്. മനസ്സിലാവുണ്ട്? അതാണ് ഇതിന് കാരണം. അല്ലാതെ സാറാ ബീവിയോട് യാക്കോബിനെ പറ്റി പറയേണ്ടതില്ല. കാരണം യാക്കോബ് സാറാ ബീവിയുടെ മകൻ അല്ല. അപ്പൊ ഈ യാക്കോബ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം, ഇസ്ഹാക്കിന് ശേഷം അവർ താമസിച്ചിരുന്നത് ഷാമിലാണ്. ശ്രദ്ധിക്കണുണ്ടോ? ഇപ്പം നമ്മൾ ഈജിപ്തിൽ നിന്ന് ലേശം അങ്ങോട്ട് മാറി. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് എന്തിൻ്റെ കഥയാണ്? ഈജിപ്ത്. മൂസാ നബിയുടെ കഥ ഇപ്പം പറഞ്ഞിട്ടുണ്ടോ പൊട്ടന്മാരെ? നമ്മൾ മൂസാ നബിയുടെ കഥ ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല. മൂസൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടാണ്. ഇപ്പം നമ്മൾ നൂഹ് നബിയുടെ അവിടുന്ന് ഇങ്ങനെ വരികയാണ്. അവരെ നമ്മൾ കൂടിയിരുത്തി, ഒരു കൂട്ടരെ, ആരെ? കോപ്റ്റിക്കുകളെ കൂടിയിരുത്തി. എവിടെ? ഈജിപ്തിൽ. അവരങ്ങനെ കഴിഞ്ഞു വന്നോട്ടെ. പാമ്പിനും തേളിനും ഒക്കെ ആരാധിച്ച് അങ്ങനെ കഴിഞ്ഞ ഖുർആനിൽ 136 സ്ഥലത്താടോ ഈ ചരിത്രം. ഇത് പഠിച്ചാലേ ഇതിലേക്ക് കിടക്കാൻ കഴിയുള്ളൂ. ആദ്യം നമുക്കിത് പഠിക്കാനൊരു അന്തം വേണം. ഈ ഖുർആൻ എന്നത് നിങ്ങൾ വിചാരിച്ച കിതാബല്ല. ഇതിനൊരുപാട് വിവരമുള്ളവർക്ക് ഇത് കയറുള്ളൂ തലേക്ക്. പറയുമ്പോഴത്തേന് തലേക്ക് ഇത് വരണമെങ്കിൽ മൊത്തം ലോകത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ജോഗ്രഫിക്കൽ ബേസ് തലയിലുണ്ടായിരിക്കണം. അതുകൊണ്ട് അത് പറഞ്ഞു തരുന്നത് മനസ്സിലാവണം. അവിടെ അവർ ഈജിപ്തിൽ അങ്ങനെ കഴിഞ്ഞു വന്നു. അതിൻ്റെ ഇടയ്ക്ക് അത് അവരെ വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് വരികയാണ്. ഇബ്രാഹിം ഈ കാലഘട്ടത്തിൽ അവരൊക്കെ എവിടെയാണ്? പ്രധാനമായും ഷാമിലാണ്. ഒരു മകൻ എവിടെ? മക്കയിൽ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഷാമിലെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനാണ് ആര്? യാക്കോബ്. യാക്കോബ് അങ്ങനെ കഴിഞ്ഞു വന്നു. ബാപ്പയും മരിച്ചു, വല്യപ്പയൊക്കെ മരിച്ചു. യാക്കോബിന് 12 കുട്ടികളുണ്ടായി. ഇനിയാണ് ചരിത്രം തുടങ്ങുന്നത്. യാക്കൂബിന്റെ പേരാണ് എന്ത്? യാക്കൂബിന്റെ പേരാണ് ഇസ്രായേൽ. ഇസ്രാ എന്നാൽ അബ്ദ് എന്നും ഈൽ എന്നാൽ അള്ളാഹ് എന്നുമാണ്. ഇസ്രായേൽ എന്നാൽ അബ്ദുള്ള എന്നാണ്. ബൈബിളിൽ എലിയ എന്ന് ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏലിയ എന്ന് ഹിബ്രുവിലോ സുറിയാനിയിലോ പറഞ്ഞാൽ അള്ളാഹ് എന്നാണ് അർത്ഥം. ഇസ്രായേൽ. മനസ്സിലായില്ല? ഇസ്രാ എന്നാൽ അബ്ദ് എന്നും ഈൽ എന്നാൽ അള്ളാഹ് എന്നുമാണ് അർത്ഥം. ഇസ്രായേൽ എന്നാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം. അത് ഓമന പേരാണ്. ആരുടെ? യാക്കൂബ് നബിയുടെ. അതാണ് ഇസ്രായേൽ. പേടിക്കൊന്നും വേണ്ട. അദ്ദേഹത്തിന് 12 മക്കളുണ്ടായിരുന്നു. 10 മക്കൾ ഒരു ഭാര്യയിൽ. 10 കുട്ടികളെ പ്രസവിച്ച് അവർ വലിയതാവുന്നതോടുകൂടെ ആ പെണ്ണ് മരിച്ചുപോയി. അപ്പോൾ പിന്നെ യാക്കൂബ് നബി വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ പെണ്ണിൽ 2 കുട്ടികളുണ്ടായി. ഒന്നാമത്തെ കുട്ടിയുടെ പേര് യൂസുഫ്. രണ്ടാമത്തെ കുട്ടി ബിനിയാമിൻ. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി. ബിനിയാമിൻ ജനിച്ച ദിവസം ആ ഭാര്യ മരിച്ചുപോയി. ഒട്ടൊന്നും അകലമല്ലായിരുന്നു ഇവരുടെ വയസ്സ്. ഒന്ന് പറ്റ പിഞ്ചു പൈതല്, ഒന്നും കൂടി എണീറ്റ് നടക്കാൻ മാത്രമായ ഒരു കുട്ടി യൂസുഫും. മറ്റവരൊക്കെ വലിയ മക്കളായി. ആര്? 10 മക്കള്. അപ്പോൾ സ്വാഭാവികമായും ഈ 2 കുട്ടികളോട് ബാപ്പാക്കൊരു സ്നേഹം ഉണ്ടായി. കാരണം തീരെ ഉമ്മയുടെ പരിലാളന ഇല്ല, പരിചരിക്കാൻ ആരുമില്ല. അതിന് പുറമെ ഈ 2 കുട്ടികളും ഭയങ്കര സ്മാർട്ട്നെസ് ആയിരുന്നു. ഭയങ്കര സ്മാർട്ട് മക്കളാണ്. കോമള ബാലന്മാരാണ്. കണ്ടാൽ കൗതുകമാണ്. അതിസുന്ദരന്മാരാണ്. എല്ലാമായിട്ട് ബാപ്പാക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ആരോട്? യൂസുഫിനോടും അനുജനായ ബിന്യാമിനോടും. അവരെ എപ്പോഴും എടുക്കും, അരയിൽ മടിയിൽ വെക്കും, കൊണ്ട് നടക്കും. ബാപ്പ എവിടെ പോയാലും ഇവരുണ്ടാകും. ഇത് മറ്റു മക്കൾക്ക് വേണ്ടത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ ഇഷ്ടമില്ലായ്മ അവരിൽ വളർന്ന് അത് അസൂയയായി. അത് വലിയ പ്രശ്നമായി. അപ്പോഴത്തിന്
ഒന്നുകൂടി ഓടിച്ചടങ്ങാടി നടക്കാവുന്ന പ്രായമായി ആർക്ക്? യൂസുഫിന് 11 13 അഭിപ്രായമുണ്ട്. ഈ പൊല്ലാപ്പ് തീർക്കാൻ ബാപ്പ തീരുമാനിച്ചു, അല്ല ജേട്ടന്മാർ തീരുമാനിച്ചു. ഷാമിലെ ഒരു മേച്ചിൽപ്പുറത്തെ ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി കയ്യും കാലും കൂട്ടിക്കെട്ടി ഇട്ടുപോന്നു. അതൊക്കെ നിങ്ങൾക്കറിയുന്ന ചരിത്രമാണ്, ഞാനത് പറയുന്നില്ല. ഞാനിവിടെ എങ്ങനെ മൂസാ നബിയുടെ ചരിത്രം തുടങ്ങുന്നു എന്ന ഭാഗത്തേക്ക് വരികയാണ്. എളുപ്പമാണ്, ഈ പൊട്ടക്കിണറ്റിനൊക്കെ വലിയ ബന്ധമുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ ഈ 10 ജേട്ടന്മാർ കൂട്ടി കയ്യും കാലും കൂട്ടിക്കൊട്ടിയിട്ട് ഷാമിലെ ഒരു മേച്ചിൽപ്പുറത്തെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയിട്ടു. ആ ചരിത്രം നിങ്ങൾക്കറിയാം. അതുവഴി എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, വഴിപ്പോക്കന്മാർ ഈ കുട്ടിയെ എടുത്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഈജിപ്തിലെ കൈറോവിലെ അടിമച്ചന്തയിൽ വിറ്റു. അന്ന് മനുഷ്യ കച്ചവടം പൊടിക്കുന്ന നാടാണ് ഈജിപ്റ്റ്. മനസ്സിലായില്ലേ? കിട്ടുന്നവരെ മുഴുവനും കൊണ്ടുവന്നിട്ട് അടിമകളാക്കി ചന്തയിൽ വിൽക്കും. ഈ കുട്ടിയെ വിറ്റപ്പോൾ 10-11 വയസ്സായ അതിസുന്ദരനായ ഈ കോമള ബാലനെ ധനമന്ത്രിയുടെ ഭാര്യ വാങ്ങിക്കൊണ്ടുപോയി. ധനമന്ത്രിയെ അസീസ് എന്ന് പറയും. അസീസ് രാജാവ് എന്ന് പറയുന്നൊരു ശൈലി നമ്മൾക്കിടയിൽ കഥാപ്രസംഗത്തിലും മറ്റൊക്കെ കേൾക്കാറുണ്ട്. അതും നുണയാണ്. അസീസ് രാജാവല്ല. അസീസ് എന്നത് ധനമന്ത്രിയുടെ സ്ഥാനപ്പേരാണ്. അസീസ് എന്ന് പിന്നീട് യൂസുഫിനെ വിളിക്കുന്നുണ്ട്. യാ അയ്യുഹൽ അസീസ് മസ്സനാ വഅഹ്ലനാ അല്ലാഹു വജിനാ ബിബിളഅത്തിൻ മുസ്ജാത്തിൻ ഫഔഫി ലനൽ കൈല വതസദ്ദഖ് അലൈനാ. യാ അയ്യുഹൽ അസീസ് يا أيها العزيز مسنا وأهلنا الله وجئنا ببضاعة مزجاة فأوفي لنا الكيل وتصدق علينا. يا أيها العزيز എന്ന് വിളിക്കുന്നുണ്ട്. ആരെ? പിന്നീട് മസ്സലാം അഹ്ലനല്ലറു, ഞങ്ങളും കുടുംബവും പട്ടിണിയിലായിട്ട് വന്നതാണ്. വജീനാ ബിബിളഅത്തിൻ മുസ്ജാത്തിൻ, റേഷൻ കൊണ്ടുവന്ന സാധനം വളരെ നിസ്സാരപ്പെട്ടതാണ്. ഫൗഫി ലനൽ കൈല, പൂർത്തിയാക്കി അളന്നു തരണം. വതസദ്ദഖ് അലൈന, ഞങ്ങൾ ദരിദ്ര കുടുംബമാണ്, കുറച്ച് സദഖയും തരണം അസീസേ എന്ന് പറയുന്നുണ്ട് യൂസുഫ് നബിയോട്. പിന്നീട് ആര് ജേട്ടന്മാര്. അവിടെ വിളിക്കുന്ന പേരും യാ അയ്യുഹൽ അസീസ് എന്നാണ്. ധനമന്ത്രിക്ക് പറയുന്ന പേരാണ് എന്ത്? അസീസ്. അന്നത്തെ അസീസിന്റെ ഭാര്യയുടെ പേരാണ് സുലേഖ. ഈ കോമള ബാലനിൽ ആകൃഷ്ടയായ ഈ പെണ്ണ് തൻ്റെ ഭർത്താവിനോട് നിർബന്ധിക്കുകയും അങ്ങനെ ധനമന്ത്രിയുടെ വീട്ടിലാവുകയും ചെയ്തു. ആര്? യൂസുഫ്. അവിടെ വളർന്നു, അവിടെ ഉഷാറായി, അവിടെ വളർന്നു. പിന്നെ യുവാവായപ്പോൾ ഈ പെണ്ണിന് തന്നെ ആ ചെറുപ്പക്കാരനിൽ താല്പര്യമുണ്ടായി. അത് വലിയ പൊല്ലാപ്പായി. അതുവഴി ജയിൽ ഇഷ്ടപ്പെട്ടു സയ്യിദ്ന